ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അനാർ ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അതെങ്ങനെ സിമ്പിളായിട്ട് നമ്മൾക്ക് അനാർ കട്ട് ചെയ്തെടുക്കാമെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അനാർ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റും റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിതിൽ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്യാം. ഇങ്ങനെ നീളത്തിൽ ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ഈ ഫസ്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടില്ലേ, അത് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ സൈഡിൽ നമ്മൾ മുറിച്ച് കൊടുത്തില്ലേ, അതിപ്പം നമുക്ക് സിമ്പിളായിട്ട് വേഗം കിട്ടും. ഇങ്ങനെ അടർത്തി കൊടുക്കാം. ഇങ്ങനെ കണ്ടില്ലേ, ഇനി നമുക്ക് ഈസി ആയിട്ട് അനാർ പൊളിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ വൈറ്റ് കളറിൻ്റെ നടുക്കില്ല വൈറ്റ് കളർ നമ്മൾ കളയണം. അപ്പോൾ നമുക്ക് അതിൽ ഈസി ആയിട്ട് എല്ലാം അടർത്തി എടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നടുക്കിലെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. അനാറിൻ്റെ നടുക്കിലെ ഇങ്ങനെ കത്തി വെച്ച് മുറിച്ചിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് തിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കയ്യിൽ. ഇനി നമ്മൾക്കത് കയ്യിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് നമ്മൾക്ക് ഏതെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ ചപ്പാത്തി കോലോ അങ്ങനെ കുറച്ച് കനം വരുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കയ്യിലേക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അറിയാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് നമുക്ക് അനാർ പൊളിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. കുറേ ആളുകൾക്കെല്ലാം ഈ മെത്തേഡ് അറിയായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ജ്യൂസ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ കാണുന്ന ഈ വൈറ്റ് പോർഷനില്ലേ, അതൊക്കെ എടുത്ത് കളയണം. അതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ വൈറ്റ് പോർഷനൊക്കെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാം. ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അനാർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊളിച്ചെടുത്ത അനാർ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം വെള്ളം വേണമെങ്കിൽ അധികം ലൂസായിട്ട് കുറച്ച് കട്ടി കുറച്ചിട്ടും ആക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 കഷ്ണം ഐസ് കട്ടയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ കുരു നമുക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിച്ചെടുക്കുന്നത്. കുരുവും കൂടി ഉണ്ടാവും അതുകൊണ്ട് ഇത് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല കറക്റ്റാണ്. ഇനി നമ്മൾക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം അനാർ ഫ്രഷ് ജ്യൂസിനെ കൊണ്ട് ഒരു ജ്യൂസ് കൂടെ നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിൽ വേറൊരു ജ്യൂസും കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.